കണ്ണേർ എന്ന് പറഞ്ഞ അന്ധവിശ്വാസം നിങ്ങൾക്ക് ഹദീസ് പറ്റൂല. ഇത് അമാനിന്റെ തഫ്സീറാണ്. എന്തായാലുള്ളത് ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ശരണം തേടുന്നതായി ഇബ്നു അബ്ബാസ് പ്രസ്താവിക്കുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്താ സുല്ലമിന്റെ അർത്ഥം? വമിൻ കുല്ലി ഐനിൻ ലാമ്മ, വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇത് മാത്രമല്ല, കണ്ണേറിനെ പറ്റി ഇത് അമാനി പോലെ വീണ്ടും പറയുന്നു. കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം. കണ്ടതും കേട്ടതും ഒക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് കരുതി ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചെയ്ത ചിലരുണ്ട്. അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയൊന്നുണ്ടെന്ന് പറയേറെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആരാണ് കണ്ടില്ല? നിങ്ങള് കണ്ടില്ലേ? അതാ പറഞ്ഞത്. അപ്പൊ കണ്ണേറുണ്ടെന്ന് പറയുന്നവര് വിഡ്ഢികളായി ഗണിക്കുന്നവരുണ്ട്. ആരാണ് സുല്ലമി? നിങ്ങൾ പറയണം. ഈ അമാനി പോലെ പറഞ്ഞ വിഡ്ഢികൾ ആരാണ് വിഡ്ഢികൾ? ഇനി മാത്രമല്ല, അങ്ങനെ അപ്പോ എവിടെ ഹദീസ് നിഷേധം? ഇവിടെ ശരിക്കും അൽഹംദുലില്ലാ നമ്മുടെ സംവാദം വിജയിച്ചു. അൽഹംദുലില്ലാ. ഇവിടെ നിങ്ങൾ മുൻഗാമികൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ കണ്ണേറിന്റെ ഹദീസ് തള്ളിയ ഓരോറ്റ സലഫി പണ്ഡിതൻ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? ഇനി കേട്ടോളൂ. ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേർ നിഷേധിക്കാറുണ്ട്. അല്ലാഹു അക്ബർ. അത് യാഥാർത്ഥ്യമല്ല, വെറും ഊഹാപോഹമാണെന്നാണ് അവർ പറയുന്നത്. ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ. മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവരുടെ ഗുണങ്ങളെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവി വിശദീകരിക്കുന്ന അവസാനം പറയാൻ, ഒരു സമുദായത്തിലും ബുദ്ധിമാന്മാർ കണ്ണേർ നിഷേധിക്കുകയോ തള്ളുകയോ ചെയ്യുന്നവരല്ല. അപ്പൊ ആരാണിവിടെ വിഡ്ഢികൾ? ഇനി നിങ്ങൾ പറയണം, അമാനി മൗലവി അന്ധവിശ്വാസിയാണോ? അലവി മൗലവി അന്ധവിശ്വാസിയാണോ? അതുപോലെ തന്നെ മൂസ മൗലവി അന്ധവിശ്വാസിയാണോ? കെ എം മൗലവി അന്ധവിശ്വാസിയാണോ? എവിടെ അമാനി മൗലവി കണ്ണേർ നിഷേധിച്ചത്? എവിടെ അമാനി മൗലവി സിഹർ നിഷേധിച്ചത്? എവിടെ അമാനി മൗലവി സിഹറിന്റെ അതിനെ തള്ളിയത്? എവിടെ?